വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഞാൻ അർച്ചന പ്രവേശ്. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശ്രീ ശാരദാംബായേ നമഃ. ആചാര്യപാദങ്ങളിൽ പ്രണാമം. ഭഗവാന്റെ ഈ മധുരവാണികൾ ശ്രവിച്ച് സുഹൃതികളാകുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും നമസ്കാരം. ഗുരുസാഗരം ആധ്യാത്മിക കുടുംബ മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നു എന്നറിയുന്നതിൽ സന്തോഷം. തുടർന്നും സപ്പോർട്ട് ചെയ്യുക. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ വായനയിലേക്ക് കടക്കാം. 2026 ജൂലൈ ലക്കം ഗുരുസാഗരം മാസിക സച്ചിന്ത. തുറന്ന പുസ്തകം പോലെ ജീവിതം. ചോദ്യം: ചിലർ പറയുന്നത് കേൾക്കാം, എൻ്റെ ജീവിതം തുറന്ന പുസ്തകം പോലെയാണ് എന്ന്. അങ്ങനെയൊരു ജീവിതം എല്ലാവർക്കും സാധിക്കുമോ? തുറന്ന പുസ്തകം പോലെ ജീവിക്കുക എന്നത് സമൂഹത്തിന് മാതൃകയാകുമോ? ഉത്തരം: തുറന്ന പുസ്തകം എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം അവിടെ പ്രസക്തമാണ്. ആരാണ് പുസ്തകം തുറന്നത്? അവനവൻ തന്നെയോ അതോ ആവശ്യക്കാരോ? ഒരു ആവശ്യക്കാരൻ പുസ്തകം തുറന്നാൽ അയാൾക്കും ആ സമയം അവിടെ ഉണ്ടായിരുന്നവർക്കും അതിലെ ആശയം വായിക്കാനും അറിയാനും സാധിക്കും. പുസ്തകം ഒരിക്കലും സ്വയം തുറക്കപ്പെടില്ല, ആരെങ്കിലും തുറന്നു വെക്കണം. അതുകൊണ്ടാണ് എൻ്റെ ജീവിതം തുറന്ന പുസ്തകമാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആരാണ് ആ പുസ്തകം തുറന്നത് എന്ന് നിങ്ങൾ തിരികെ ചോദിക്കണം എന്ന് പറയുന്നത്. ആരോ ഒരാൾ തുറന്നു വച്ചിട്ട് അടയ്ക്കാൻ മറന്നുപോയതാണോ അതോ കാറ്റിൽ തുറന്നു പോയതാണോ എന്ന് സംശയിക്കാം. കാറ്റിൽ തുറന്നു പോയാൽ ആരും വായിക്കണമെന്നില്ല. കാറ്റിൽ തുറക്കുന്ന പേജുകൾ കീറിപ്പോകാനും സാധ്യതയുണ്ട്. കാറ്റിനെ വിധിയായി കണ്ടാൽ ചിലരുടെ ജീവിതം വിധി വലിച്ചു കീറി തുറന്നു കാട്ടാറുണ്ട്. അതിൻ്റെ താളുകൾ കീറി എറിയാറുമുണ്ട്. അത്തരം പുസ്തകങ്ങൾ ആർക്കും ഉപകാരമാകാറില്ല. എന്നാൽ ആവശ്യക്കാരന് മുന്നിൽ തുറക്കപ്പെടുന്ന പുസ്തകം പോലെയാവണം ജീവിതം. ആവശ്യക്കാർക്കും അർഹരായവർക്കും മുന്നിൽ തുറക്കുകയും അവരാൽ പരിപാലനം ചെയ്യപ്പെട്ട് അടച്ചു വെക്കുകയും വരും തലമുറയ്ക്ക് തുറന്നു വായിക്കാവുന്ന വിധം സൂക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന പുസ്തകമാവുകയാണ് വേണ്ടത്. അല്ലാതെ കാറ്റിൽ സ്വയം മലർന്നു പോകുന്ന താളുകളായി മാറാതിരിക്കണം ജീവിതം. അതിന് നിങ്ങളാകുന്ന പുസ്തകത്തിന് നല്ല പുറം ചട്ടയും ബൈൻഡും വേണം. അതാണ് ചിട്ടയും അനുഷ്ഠാനങ്ങളും അച്ചടക്കവുമൊക്കെ. അവയ്ക്ക് നല്ല ബലമുണ്ടെങ്കിൽ ആവശ്യക്കാരന് മുന്നിൽ മാത്രം തുറക്കപ്പെടുന്ന ഈടുറ്റ പുസ്തകമായി മാറാം. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. ഗുരുസാഗരം മാസിക വായിക്കാം, വരിക്കാരാകാം. 600 രൂപയടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കുന്നതാണ്. 60 രൂപയടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കും. പണമടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ 80 78 18 88 58. ശേഷം അഡ്രസ്സ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 62 82 31 92 94. മാസിക ഇപ്പോൾ ഡിജിറ്റലായും വായിക്കാവുന്നതാണ്. www.guruSagaram.com എന്ന വെബ്സൈറ്റിൽ ഡിജിറ്റൽ വായന ആസ്വദിക്കാവുന്നതാണ്. കൂടാതെ ഇപ്പോൾ മാസികയുടെ ഓഡിയോ എഡിഷനും ലഭ്യമാണ്. ഇതോടെ ഇന്നത്തെ വായന പൂർണ്ണമാകുന്നു. നമസ്തേ.